തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പോലീസ് ഇന്ന് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തും. ആർഡിഒയുടെ സാന്നിധ്യത്തിൽ കുട്ടികളെ മറവു ചെയ്ത സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് പരിശോധിക്കും. ശ്വാസം മുട്ടിച്ചു കൊന്നു എന്ന മൊഴി ഉണ്ടെങ്കിലും ശാസ്ത്രീയമായ അസ്ഥി പരിശോധനയിലൂടെ തെളിയിക്കാൻ ആയേക്കില്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതേസമയം പ്രസവം യൂട്യൂബ് നോക്കിയാണ് എന്ന് അനീഷയുടെ മൊഴിയുണ്ട്. വയറിൽ തുണി കെട്ടി ഗർഭാവസ്ഥ മറച്ചുപിടിച്ചുവെന്നും അനീഷ പറയുന്നു. പ്രതികൾക്കെതിരെ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, ഇന്നലെ ആ വാർത്തയുടെ ഞെട്ടലിൽ തന്നെയായിരുന്നു കേരളമാകെ. ഈ 2 കുട്ടികളെയും കൊലപ്പെടുത്തുന്നു ദമ്പതികൾ. ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്? ഇവരുടെ മൊഴിയിൽ നിന്ന് ഇവർ കുട്ടികളെ കൊല്ലുവാനുള്ള ഒരു തീരുമാനം എന്തിന് എടുത്തു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ലക്ഷ്മി, ആസൂത്രിതമായാണ് ഈ കുറ്റകൃത്യം നടന്നത് എന്നുള്ളത് തന്നെയാണ് ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമാവുന്നത്. അതിൻ്റെ ഭാഗമായി കൂടുതൽ മൊഴി ആളുകളുടെ 2 പേരുടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിനെ തുടർന്നാണ് ഈ യൂട്യൂബിൻ്റെ സഹായവും കൂടി ഈ പ്രസവത്തിനും മറ്റുമായി തേടിയതായി പ്രതികൾ മൊഴി നൽകിയിട്ടുള്ളത്. നിലവിൽ എഫ്ഐആർ പ്രകാരം 7 വകുപ്പുകൾ JJ ആക്ട് അടക്കം 7 വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇനി പോലീസിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഈ കേസിൽ തെളിവുകൾ ഉണ്ടാക്കുക എന്ന് തന്നെയാണ്. ശാസ്ത്രീയമായ തെളിവെടുപ്പ് ഒരുപക്ഷെ ഇത് പൂർണ്ണ തോതിൽ വിജയിക്കാൻ ഇടയില്ലാത്തൊരു കേസാണ് എന്നുള്ളതാണ് ഫോറൻസിക് വിദഗ്ധരടക്കം നമ്മളോട് പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങൾ. ഈ അസ്ഥികൾ DNA പരിശോധനയ്ക്ക് വിധേയമാക്കാമെങ്കിലും ഈ മരണകാരണം അത്ര എളുപ്പത്തിൽ കണ്ടെത്താനാകില്ല എന്നുള്ളത് തന്നെയാണ് വിദഗ്ധ സംഘാംഗങ്ങൾ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. DNA പരിശോധന നടത്തിയാലും ഈ കുട്ടികൾ മരിച്ചത് എങ്ങനെയാണെന്ന് പൂർണ്ണമായും കണ്ടെത്താനാകില്ല എന്ന് തന്നെ പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ശാസ്ത്രീയ തെളിവുകളുടെ ഭാഗമായി സാഹചര്യ തെളിവുകളും ഫോറൻസിക് തെളിവുകളും മറ്റും ശേഖരിക്കുമെങ്കിലും കൂടുതലായി പോലീസ് ഫോക്കസ് ചെയ്യുക സാഹചര്യ തെളിവുകൾ, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ തുടങ്ങിയ തെളിവ് ശേഖരണങ്ങളിലൂടെയും CDR പരിശോധനകളുടെയും മറ്റുമൊക്കെയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ചു. ഇരിങ്ങാലക്കുട RDOയുടെ നേതൃത്വത്തിൽ അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടെ ഈ സ്ഥലം, കുട്ടിയെ മറവ് ചെയ്ത എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥലം കുഴിച്ചുള്ള പരിശോധന നടക്കും. അനീഷയുടെ ആദ്യത്തെ കുട്ടിയെയാണ് ഇവിടെ വെച്ച് മറവ് ചെയ്തത്. 2ാമത്തെ കുട്ടിയെ അനീഷ പ്രസവത്തിന് ശേഷം സ്കൂട്ടർ ഓടിച്ച് ഒരു ദിവസം മൃതദേഹം സൂക്ഷിക്കുകയും പിന്നെ അടുത്ത ദിവസം സ്കൂട്ടർ ഓടിച്ച് സുഹൃത്തായിട്ടുള്ള ഭവിൻ്റെ വീടിന് സമീപം എത്തി റോഡരികിൽ വെച്ച് പ്ലാസ്റ്റിക് കവറിൽ ഈ കുട്ടിയുടെ മൃതദേഹം കൈമാറുകയുമായിരുന്നു. ആദ്യഘട്ട പരിശോധന ഇവിടെ നടക്കും. മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ KS ഉന്മേഷിൻ്റെ നേതൃത്വത്തിലായിരിക്കും പരിശോധനകൾ നടക്കുക. അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും മറ്റും ഇവിടെ നടക്കുന്ന പരിശോധനകളിൽ പങ്കെടുക്കും. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം വെള്ളിക്കുളങ്ങര പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം തന്നെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. FIR പ്രകാരം 7 വകുപ്പുകളാണ്. BNS 91, 93, 94, 101, 238B, 3, 5, JJ ആക്ട് 75 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പ്രധാനമായും ഈ സംഭവത്തിൽ 2 പ്രതികൾക്കെതിരെയും കേസെടുത്തിട്ടുള്ളത്. മറ്റാരുടെയെങ്കിലും സഹായം പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചുകൊണ്ട് ഈ കേസ് ഈ കൊലപാതകമാണെന്ന് കണ്ടെത്താനായിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് വെല്ലുവിളിയാണ്. അതനുസരിച്ചുകൊണ്ട് കൂടുതൽ സജ്ജീകരണങ്ങളും വിപുലമായ അന്വേഷണങ്ങളുമാണ് ഇതിൻ്റെ ഭാഗമായി നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സാഹചര്യ തെളിവുകൾ, അതോടൊപ്പം തന്നെ പരിസരവാസിയായ ഗിരിജ എന്ന സ്ത്രീയുടെ മൊഴി തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കി അന്വേഷണം വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തെളിവെടുപ്പ് ഒരേ സമയത്ത് 2 സ്ഥലങ്ങളിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നെങ്കിലും ഈ 2 സ്ഥലങ്ങളിലും RDOയും മറ്റുദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും എത്തേണ്ടതുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ അനീഷയുടെ വീട്ടിലായിരിക്കും ആദ്യം നടത്തുക. അതിനുശേഷം ഇവിടുത്തെ തെളിവ് ശേഖരണവും മറ്റും പൂർത്തീകരിച്ചതിന് ശേഷം ആമ്പല്ലൂരിലുള്ള നെന്മണിക്കരയിലുള്ള ഭവിൻ്റെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. വിശദമായി പ്രതികളെ ഇന്നും ചോദ്യം ചെയ്യും. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ലക്ഷ്മി, ഈ 2021 അനീഷ ഗർഭിണിയായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചില സംശയങ്ങൾ പരിസരവാസികളായിട്ടുള്ള ആളുകൾ പറയുകയും അതിൻ്റെ പേരിൽ അവർക്കിടയിലൊക്കെ തർക്കമുണ്ടാവുകയും ബഹളമുണ്ടാവുകയും ഒക്കെ ചെയ്തു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ പലരും ഇക്കാര്യത്തിൽ സംശയം പറഞ്ഞിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോഴും വീട്ടിലുള്ളവർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായിരുന്നില്ലേ? അത്രയും വിദഗ്ധമായി വീട്ടുകാരെ കബളിപ്പിക്കുകയായിരുന്നോ ഭവിനും അനീഷയും ചേർന്ന്?
ലക്ഷ്മി, അതുതന്നെയാണ് പോലീസിനെ സംബന്ധിച്ചും മറ്റും കുഴയ്ക്കുന്ന ഒരു കാര്യം. ഇവരെല്ലാവരും ഇത്തരത്തിൽ ഈ അനീഷയുടെ ഗർഭത്തിൻ്റെ കാര്യം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അമ്മ സുമതി അടക്കം ഇന്നലെ പോലീസിന് മൊഴി നൽകിയിരുന്നത്. പക്ഷേ ഇത്രയൊരു സാഹചര്യത്തിൽ 2 തവണ മകൾ ഗർഭിണിയായപ്പോഴൊക്കെ ഈ അമ്മ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് അത്രയെ കണ്ട് വിശ്വസനീയമല്ല. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ ഊന്നിയുള്ള ചോദ്യം ചെയ്യലും പരിശോധനകൾ കൂടി പോലീസ് നടത്തുന്നുണ്ട്. ഈ പ്രതികൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൂടി കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അടുത്ത ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം. തെളിവെടുപ്പ് വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പരിസരവാസിയായിട്ടുള്ള ഈ തൊട്ടടുത്ത വീട്ടിലെ ഗിരിജ എന്ന് പറയുന്ന സ്ത്രീ ഈ അനീഷ ഈ ആദ്യത്തെ മൃതദേഹം മറവ് ചെയ്യുന്ന സമയത്ത് അത് കണ്ടു എന്ന് പറയുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ മൊഴിയെടുക്കും, തെളിവെടുക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി സാഹചര്യ തെളിവുകളുടെ ഭാഗമായി പരിശോധിക്കപ്പെടുന്നുണ്ട്. ഏതായാലും വിശദമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിച്ചു വരുന്നത്. കൂടുതൽ ഫോറൻസിക് വിദഗ്ധർ, കൂടുതൽ പോലീസ് സേനയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, കൂടുതൽ സംഘാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും തുടർന്നുള്ള നടപടികൾ നടത്തുക. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കുന്നതിനും പരിശോധിക്കുന്നതിനുമായി പ്രത്യേകമായ ഒരു സംഘത്തെ ഈ കേസിന്റെ ഭാഗമായി നിയോഗിക്കുന്നുണ്ട്. ഏതായാലും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കേസിൽ പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിച്ച് തുമ്പ് കണ്ടെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘം വെച്ചു പുലർത്തുന്നത്. അതിന്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിലായുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. 2 പ്രതികളെയും വീടുകളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. സാഹചര്യ തെളിവുകളും മറ്റും കൃത്യമായി പ്രതികൾ 2 പേരും വിവരിച്ച് നൽകി. അഭിന്റെ വീട്ടിലെത്തിയപ്പോൾ അഭിൻ എവിടെയാണ് മൃതദേഹം കുഴിച്ചിട്ടത് എന്നുള്ളത് കാണിച്ചു കൊടുത്തു. അതിനുപയോഗിച്ച ആയുധം ഏതെന്ന് കാട്ടിക്കൊടുത്തു. വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരു തൂമ്പയാണ് ഭവിൻ കാണിച്ചു കൊടുത്തത്. അതിനുശേഷം ഈ കൃത്യം ചെയ്യുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മറ്റൊരു സ്ഥലത്ത് കുഴിച്ചിട്ടതായി കാട്ടിക്കൊടുത്തി. അങ്ങനെ അതിനുശേഷം വീട്ടിനുള്ളിലേക്ക് എത്തി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അസ്ഥി കഷ്ണങ്ങൾ എവിടെയാണെന്നതടക്കമുള്ള കാര്യങ്ങളടക്കം പോലീസിനോട് കാട്ടിക്കൊടുത്തു. ഇന്നലെ അനീഷയെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയപ്പോൾ ഈ വീടിനുള്ളിൽ ശുചിമുറിയിൽ വെച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് വ്യക്തമാക്കിയിരുന്നു. ആദ്യത്തെ കൊലപാതകം ആ ശുചിമുറി അത് കാട്ടിക്കൊടുത്തു. 2ാമത്തെ കൊലപാതകം നടത്തിയത് ചേട്ടന്റെ മുറിയിലാണ്, അനീഷയുടെ സഹോദരന്റെ മുറിയിൽ വെച്ചാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് കാണിച്ചു. അതിനുശേഷം ഈ മൃതദേഹം തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ ബെർത്തിലാണ് സൂക്ഷിച്ചിരുന്നതെന്നും കാട്ടി. അങ്ങനെ കൊല നടന്ന മുറിയിലടക്കം ഫോറൻസിക് സംഘം ഇന്നലെ പ്രാഥമിക തെളിവ് ശേഖരണം നടത്തിയിരുന്നു. ഇന്നും ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട 2 സ്ഥലങ്ങളിൽ പരിശോധനകൾ നടത്താനാണ്. അല്പസമയത്തിനകം പരിശോധനകൾ ആരംഭിക്കും. ലക്ഷ്മി. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത് തൃശൂരിൽ നിന്ന്.